പൊതുവെ ഈ പുതിയ കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ മൗലിദുകളും അതുപോലെ നബിദിന പ്രോഗ്രാമുകളൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും ചില ആശങ്കകളുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, അല്ലെങ്കിൽ അതൊക്കെ നല്ല പുണ്യകരമായ കാര്യങ്ങളാണെങ്കിൽ പോലും നബിയോ അല്ലെങ്കിൽ സ്വഹാബത്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അടിസ്ഥാനം? അങ്ങനെ പറയുന്നത് ശരിയല്ല. പുണ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആകണം എന്ന് പറഞ്ഞതിൽ അർത്ഥമല്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നത് ഇപ്പോൾ ഒരു വ്യക്തി ചെയ്യുകയാണ്. ആ പ്രവൃത്തി നമ്മൾ എന്താ അതിനെക്കുറിച്ച് പറയാ? അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് അദ്ദേഹം പഠിപ്പിക്കുന്ന ഖുർആനെ കുറിച്ചല്ല, അദ്ദേഹം നിർമ്മിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഇതിന്റെ നിയമം എന്താ നമ്മൾ പറയാ? ഇത് കുറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കറാഹത്താണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും കൂലി കിട്ടുന്ന നല്ലൊരു കാര്യം എന്ന് പറയാൻ പറ്റുമല്ലോ. ഇതിൽ ആർക്കും തർക്കമില്ല അല്ലെ? അങ്ങനെയുള്ള CD-കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ ചോദ്യം, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്ന ഒരു പ്രവൃത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കൂലി കിട്ടുന്ന പ്രവൃത്തിയാണെങ്കിൽ അതൊക്കെ സ്വഹാബത്തോ റസൂലയോ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവർ പഠിപ്പിച്ചതിന്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കണം, അവരുടെ നിർദ്ദേശത്തിന്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കണം. അതിൽ ലോകത്ത് ആർക്കും തർക്കമില്ല, അങ്ങനെ ആകാവൂ. പക്ഷേ ഈ പ്രവൃത്തി ആപ്ലിക്കേഷൻ നിർമ്മിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തി അത് റസൂൽ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബീകൾ ചെയ്തിട്ടുണ്ടോ? അവരാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിക്കുക എന്ന പ്രവൃത്തി പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് ചെയ്താൽ തെറ്റാണ് എന്നാണല്ലോ ഈ ഇവരുടെ വാദത്തിന്റെ അടിസ്ഥാനപരമായ രീതി. അത് പ്രകാരം ഇതൊക്കെ തെറ്റായിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ആരോഗ്യ രംഗത്തുള്ള പല ഡെവലപ്മെന്റുകളും, ബ്ലഡ് ഗ്രൂപ്പുകൾ, അതെ, ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, ചാരിറ്റികളിൽ പ്രധാന, ഇപ്പൊ ഉദാഹരണം നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? അതും തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരോട് ചോദ്യമില്ല. ഈ വിഷയം നമ്മൾ അവരോട് ഇത് പറയുന്നില്ല. പക്ഷെ അത് തെറ്റല്ല, അത് വിദഅത്തല്ല, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. പാലിയേറ്റീവിന്റെ വർക്കുകൾ നടത്തുന്നതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ പോയിന്റ് അവിടെയാണ്. കൂലി കിട്ടുന്നു, പ്രതിഫലം കിട്ടുന്നു എന്ന് പറയാം. എന്നിട്ട് റസൂലിനെ സാധിച്ചു ചെയ്യാത്ത കാര്യമാകുമ്പോൾ ഫോർമുലയിൽ ഇതും കടന്നു വരണമല്ലോ. അപ്പൊ അതൊന്നും തെറ്റല്ല, അതൊക്കെ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. അപ്പൊ ഏതാണ് ഇവിടെ ബിദഅത്താവുക, ഏതാണ് ബിദഅത്ത് അല്ലാത്തത്? അതായത് പ്രതിഫലം കിട്ടുന്നതൊക്കെ റസൂൽ ചെയ്തതായിരിക്കണം എന്നത് ശരിയല്ല എന്നുള്ളത് മുജാഹിദുകൾക്കും അറിയാം, സുന്നികൾക്കും അറിയാം, എല്ലാ മുസ്ലിമുകൾക്കും അറിയാം. കാരണം ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതോ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതോ സാന്ത്വനം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംവിധാനം, അല്ലെ പാലിയേറ്റീവ് പ്രത്യേക സംവിധാനം, ഇതൊക്കെ പ്രതിഫലം കിട്ടുന്നതാണല്ലോ. പക്ഷെ അതൊക്കെ അലിയോമ അക്മൽതുലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയതിന് ശേഷം ഉണ്ടായതാണല്ലോ. അപ്പൊ അതൊക്കെ ദീനിന്റെ പുറത്താണ്. അത് പ്രതിഫലം കിട്ടും എന്ന് കരുതിക്കൊണ്ട് ചെയ്താൽ തെറ്റാണ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ഉറപ്പല്ലേ? അതെല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച, ശറയിൽ പഠിപ്പിച്ച പുണ്യമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കുള്ള മാധ്യമങ്ങളെല്ലാം പ്രതിഫലം കിട്ടുന്നതാ. അതാണ് ഇസ്ലാമിൽ ഒരു പണ്ഡിതൻ തർക്കമില്ലാത്തതാണ്. അൽ വസാഇൽ ലഹ അഹ്കാമുൽ മഖാസിദ്, അല്ലെങ്കിൽ അൽ ഉമൂറു ബി മഖാസിദിഹ എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു ഖായിദ മഖ്സൂദിലേക്കാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് സാധാരണ പ്രവൃത്തി, അത് പ്രത്യേകം കൂലിട്ടുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അറിഞ്ഞൊരു അമല് ഇസ്ലാമിൽ ഇല്ലാതെ നമുക്കൊക്കെ അറിയാം അല്ലെ? ആപ്ലിക്കേഷൻ, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നൊരു വിവാദത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എപ്പോഴാ പുണ്യാവുക? നമ്മൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് അയാളുടെ കടയിലെ കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അത് തെറ്റായൊരു കാര്യമൊന്നുമല്ല. അതിന് പ്രത്യേക കൂലിയില്ല, കുറ്റമില്ല, മുബാഹ എന്ന് പറയാം. പക്ഷെ ഖുർആനോ ഹദീസോ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് നിർമ്മിക്കുന്നതെങ്കിൽ അദ്ദേഹം ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടത് ഒരു പുണ്യമുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യം. ഇനി അതൊരു ലോട്ടറി ടിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾക്കാണ് ഇപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് എങ്കിൽ ഹറാമായ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. അള്ളയും റസൂലും ശറഅ് പഠിപ്പിച്ച നല്ല ഒരു കാര്യം, ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഭൗതികമായ ഏത് വിഷയങ്ങളും അത് ആ ലക്ഷ്യത്തിലേക്ക് നോക്കി, ആ ലക്ഷ്യം നല്ലതാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, ലക്ഷ്യം തെറ്റാണെങ്കിൽ അതിന് കുറ്റം ഉണ്ടാവും. അപ്പം കൂലിയുള്ള എല്ലാ കാര്യങ്ങളും റസൂൽ ചെയ്തതായിരിക്കണം എന്നത് അബദ്ധമാണ് എന്ന് മാത്രമല്ല
ലോകത്ത് ഇന്ന് വരെ, അതായത് ഇസ്ലാമിന്റെ ചരിത്രം 1400 വർഷം ഇന്ന് വരെ ഒരു പുത്തൻ വിഭാഗങ്ങൾ പോലും ബാധിക്കാത്ത ഏറ്റവും വലിയൊരു ബിദ്അത്താണ് ഏത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് സുബൈക്ക് എണീക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അലാറം വെക്കുകയാണ്. റസൂൽ അലാറം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ശരിയല്ല. പക്ഷെ അലാറം വെക്കുന്നതിന്റെ വിധി എന്താ? ആവശ്യമാണെങ്കിൽ അതിന്റെ ആവശ്യം നിസ്കാരത്തിന് അവൻ എണീക്കാൻ അത് ഗുണം ചെയ്യുമെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ, എണീക്കുള്ളൂ എങ്കിൽ അത് നിർബന്ധ അലാറം വെക്കല്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു നിർബന്ധമായ കാര്യം ഏതൊരു കാര്യം ചെയ്താലാണോ അത് പൂർണ്ണാവുക, അതും കൂടെ നിർബന്ധമാണ്. ഇതാണ് നമ്മുടെ ശറഅന്റെ അടിസ്ഥാനം. അപ്പൊ അതൊക്കെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി ചെയ്തതായിരിക്കണം എന്ന വാദം ലോകത്ത് ഏറ്റവും വലിയൊരു ബിദ്അത്താണ്. മാത്രമല്ല ഇന്ന് വരെ ഒരു പുത്തൻവാദികളും വാദിക്കാത്ത ഒരു വാദം കൂടിയാണത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, എല്ലാ കാര്യം നമ്മൾ ചെയ്യണതൊക്കെ പ്രതിഫലം കിട്ടുന്നതാവോ? നമ്മൾ പറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞല്ലോ, നല്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാധ്യമങ്ങളൊക്കെ നന്നായിരിക്കും. പക്ഷെ ആ മാധ്യമങ്ങൾക്ക് ഒരു ഉപാധിയുണ്ട്. ആ മാധ്യമം ഇസ്ലാം വിലക്കിയതാകാൻ പാടില്ല. ഉദാഹരണം, ഒരാളെ സഹായിക്കണം, പക്ഷെ പലിശയിലൂടെ സഹായിച്ചാൽ അത് ശരിയല്ല, കാരണം അതിന്റെ മാധ്യമം തെറ്റാ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ നബിദിനാഘോഷത്തിലേക്ക് വരിക. ഇവിടെ നബിദിനാഘോഷത്തില് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമം തെറ്റാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നും പരിശോധിക്കണം. നബിദിനാഘോഷത്തിന്റെ ലക്ഷ്യം എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ ചെയ്യുന്ന നമ്മുടെ മഖ്സൂദ് എന്താ? നമുക്ക് നബിതങ്ങളുടെ ആ മദ്ഹ് പറയുക, ആ സന്തോഷം പ്രകടിപ്പിക്കുക, അതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രങ്ങളും സന്ദേശങ്ങളും സമൂഹത്തെ പഠിപ്പിക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കുക. ഇതിപ്പോ 4 പ്രധാന അടിസ്ഥാനപരമായ കാര്യം നബിദിനാഘോഷത്തിൽ നിന്നാണ്. നമ്മുടെ സാധാരണ രീതി നമ്മൾ നബിദിനാഘോഷം നടത്തുന്ന സമയത്തൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം ഈ 4 കാര്യങ്ങളിലെ ഈ 4ഉം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണല്ലോ. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന മാധ്യമം എന്താ? ഒത്തുകൂടുക, സംഗമിക്കുന്നു. സംഗമിക്കുക എന്ന് പറഞ്ഞത്, ഒരു സംഗമിക്കുക പറഞ്ഞത് ഈ ഭാഗത്ത് ഇസ്ലാമിലില്ല. നേരത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ഇല്ലാത്ത പോലെ സംഗമിക്കുക. പക്ഷെ എന്തിന് സംഗമിച്ചു? അത് ഈ 4 കാര്യങ്ങൾക്കാണോ? അപ്പൊ അതിന് കൂലിയുണ്ട്, സംശയമില്ല. ഭക്ഷണം കൊടുക്കാനാണോ ആളുകളെ വിളിച്ചു വരുത്തിയത്? അതിന് കൂലിയുണ്ട്, അതിൽ സംശയമില്ല. കാരണം അത് നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അവിടെ കള്ള് വിളമ്പാനാണെങ്കിൽ തെറ്റായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന ആഘോഷത്തിൽ നമ്മളെ പ്രവർത്തികൾ വേറെ ഒന്ന്, നമ്മൾ ഒത്തുകൂടുക, പിന്നെ മദ്ഹുകൾ പറയാം, റാലി നടത്തുക. റാലി നടത്തുക പറഞ്ഞ ഈ ഭാഗത്തുണ്ടോ ചോദിച്ചാൽ, ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഈ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ച പോലെ റാലി എന്ന് പറഞ്ഞ ഈ ഭാഗത്തില്ല. പക്ഷെ ആ റാലിക്ക് പുണ്യം കിട്ടും എപ്പോ? നല്ല ലക്ഷ്യത്തിന്. ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടില് ഒരു പള്ളി തകർക്കപ്പെട്ടു സങ്കല്പിക്കാം, പ്രതിഷേധ റാലി ഉണ്ടാവുമല്ലോ. ആ പ്രതിഷേധ റാലിനെ കുറിച്ച് അത് തെറ്റാണെന്ന് പറയുന്നത് വലിയൊരു സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. അത് നമ്മുടെ ദീനിന്റെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അത് മാത്രമേ പരിഹാരമുള്ളൂ എങ്കിൽ അത് നിർബന്ധമല്ലേ നമ്മൾ ചെയ്യല്. മാത്രമല്ല അതിന് പ്രചോദനമാകും, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ട്, അതൊരു വഴിയാണ് എങ്കിൽ അത് സുന്നത്തായിട്ടല്ലേ വരിക. കാരണം ആ മാധ്യമം. അപ്പൊ റാലി നടത്തുക, ഒരാൾ പറയാണ് റാലി നടത്തല് വളരെ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്, ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്തേ മതിയാവൂ. നമ്മുടെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം റാലി എന്ന് പറഞ്ഞത് നിങ്ങൾ പുണ്യമുള്ള എങ്ങനെയാവുക? റസൂലുള്ളാഹി റാലി എടുക്കാനുള്ള സുന്നത്ത് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഖുറാനിലുണ്ടോ? റാലി നടത്തുക എന്ന് പറഞ്ഞ സംഗതി ചോദിച്ചാൽ എന്താ പറയാ? ഇല്ല, ശരിയാണ്. അതെ. അപ്പൊ എന്തിനു നടത്തി എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ആ റാലി പുണ്യാകുന്നതും. അപ്പൊ ഇതേപോലെ നബിദിനാഘോഷത്തിൽ നമ്മൾ ഒത്തുകൂടുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മള് പിന്നെ റാലി നടത്തുക, എങ്ങനെയുള്ള കാര്യങ്ങൾ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നാട്ടിൽ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തിയും, ലൈറ്റ് അലങ്കരിക്കുക, അതൊക്കെ ആവാം. അതൊക്കെ എന്ത് ലക്ഷ്യത്തിനാണോ അത് നോക്കിയിട്ടാണ് അതിന്റെ പുണ്യമുണ്ടോ ഇല്ലെന്ന്. പിന്നെ ആ മാധ്യമങ്ങൾ തെറ്റാകാനും പാടില്ല. ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന അള്ളാഹു റസൂൽ എതിർത്തിട്ടില്ല, റാലി നടത്തുക എന്നുള്ളതിനെ അള്ളാഹു റസൂൽ എതിർത്തിട്ടില്ല, അതുപോലെ തന്നെ ലൈറ്റ് കുത്തുന്ന വെച്ച് അലങ്കരിക്കുക അള്ളാഹു റസൂൽ എതിർത്തിട്ടില്ല. നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന് അർത്ഥം.